നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദിവ്യയോട് ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. പാവം ദിവ്യ, ഒരു കുഞ്ഞിനെയും വയറ്റി ചുമന്ന് അവൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നത് ഞാൻ കൂടി കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോ സമയത്ത് പണം തിരിച്ചു കൊടുക്കാൻ ദൈവം എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആരും അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. മോളിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഒരാശ്വാസമുണ്ട്. പക്ഷേ ഒരു പക്ഷേയില്ല. രാധമ്മ ധൈര്യമായിട്ടിരിക്കെ. ശരിയമ്മേ, ഞങ്ങൾ ഇറങ്ങാം. ശരി മോനെ. മാഡം, മാഡം ഇത് എന്ത് കണ്ടിട്ടാ ക്യാഷ് റെഡിയാക്കാന്ന് പറയുന്നത്? ഞാനാണെങ്കിൽ അറിയാന്നുള്ളവരോടൊക്കെ ചോദിച്ചു, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യൂന്ന് ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുമ്പോഴാ മാഡം കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ക്യാഷ് റെഡിയാക്ക, ക്യാഷ് റെഡിയാണ് എന്നൊക്കെ പറയുന്നത്. രാജു, അതിന്റെ പേരാണ് കോൺഫിഡൻസ്. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച അത് ന്യായമുള്ള സത്യസന്ധമുള്ള കാര്യമാണെങ്കിൽ അത് നടക്കും. രാജു എന്നെ ആദ്യം ഒന്ന് ക്ഷേത്രത്തിൽ ഡ്രോപ്പ് ചെയ്യണം. ഞാനൊന്ന് തൊഴുതിട്ട് വീട്ടിലേക്ക് വന്നോളാം. ശരി മാഡം. ചേട്ടാ, കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. എന്റെ പൊന്നു ദിവ്യ, ഇപ്പൊ തന്നെ പറ്റത്ര രൂപയെന്ന് വല്ല പിടിയുണ്ടോ? ഞാൻ ഈ കട തുറന്നു വെച്ചിരിക്കുന്നതേ കടം കൊടുക്കാൻ മാത്രമാണോ ദിവ്യ? ചേട്ടാ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഞാനൊരു ജോലി അന്വേഷിക്കുന്നുണ്ട്. ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടിയ ചേട്ടന് തരാനുള്ള മുഴുവൻ കാശ് ഞാൻ തരാം. നിന്റെ അവസ്ഥ അറിയാവുന്നോണ്ടാ ഇത്രയും നാളും നിന്നെ ഞാൻ സഹായിച്ചത്. വന്നിതിപ്പോ ഇപ്പൊ തന്നെ 10-12,000 രൂപ പറ്റായി. ഇനിയും നിനക്ക് പറ്റു തന്നാ ഞാൻ പ്രശ്നത്തിലാവും. ഞാൻ ഈ സാധനങ്ങളൊക്കെ കാശ് മുടക്കി വാങ്ങിക്കൊണ്ട് വരുന്നതല്ലേ. എന്റെ അവസ്ഥ കൂടി ദിവ്യ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് എന്നെ ഇനി ഉപദ്രവിക്കരുത്. തരാനുള്ള കാശ് ദിവ്യ തരണമെന്നില്ല. ഇനി ഇങ്ങോട്ട് വരരുത്. എന്താ ദിവ്യ ഇത്? ഇത്രയും ബുദ്ധിമുട്ട് നിനക്കുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? എത്രയെന്ന് വെച്ചാ ഞാൻ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇങ്ങനൊരവസ്ഥയില് നിന്നെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലേ ദിവ്യ? നിന്നെ ഞാനല്ലേ വർമ്മ സാറിന്റെ വീട്ടിലെ ജോലി കൊണ്ട് ചേർത്ത. അവിടെ നിന്നല്ലേ എല്ലാം തുടങ്ങിയതാ. അത് രാജുവേട്ടൻ എനിക്ക് ചെയ്തു തന്നൊരു ഉപകാരമായിരുന്നു. പക്ഷെ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നില്ല. ദീപകിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇതല്ല ഇതിനപ്പുറം അനുഭവിക്കും രാജുവേട്ട. ഇനി തെറ്റും ശരിയെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല ദിവ്യ. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യം അതാണിപ്പോ പ്രധാനം. ആ കുഞ്ഞ് എന്ത് തെറ്റിയതോ ആവശ്യ സാധനങ്ങള് എന്താന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചുതരാം. വേണ്ട രാജുവേട്ട. രാജുവേട്ടൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? ഈ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആള് എല്ലാം മറന്ന് സുഖമായി ജീവിക്കല്ലേ. രാജുവേട്ടനല്ലല്ലോ ഇതൊന്നും ചെയ്യേണ്ടത്. ദിവ്യ, എനിക്ക് 2 സഹോദരിമാരുണ്ട്. അവരെ പോലെ ഒരാളായേ ഞാൻ ദിവ്യയും കണ്ടിട്ടുള്ളൂ. ഒരു ചേട്ടന്റെ സ്ഥാനത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇനി ദിവ്യക്ക് ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ചേട്ടാ, ദിവ്യക്ക് ഇവിടെ എത്ര രൂപ പറ്റുണ്ട്? അത് 12,500 ചില്ലറയുണ്ട് രാജു. ദേട്ടാ, ഇതൊരു 5,000 രൂപയുണ്ട്. ബാക്കി ഞാൻ വൈകുന്നേരം കൊണ്ടുവരാം. ദിവ്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കണം ഇപ്പൊ തന്നെ. ഓ, അതിനെന്താ രാജു? ദിവ്യ, ആ ലിസ്റ്റിംഗ് തന്ന്. ഇങ്ങനെ ഇവിടെ നിൽക്കാതെ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കു ദിവ്യ. രാജുവേട്ട, രാജുവേട്ടന്റെ ഈ നല്ല മനസ്സിന് രാജുവേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്താ ദിവ്യ ഇത്? നന്ദി വാക്കിന്റെ ഒന്നും ആവശ്യമില്ല. ദിവ്യയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ ഉടനെ പരിഹാരം ഉണ്ടാക്കാം.
നീ ധൈര്യമായിട്ടിരിക്കെ. ചേട്ടാ, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ എടുത്തു വെച്ചേക്ക്. ചേച്ചി ഒന്ന് വാങ്ങിച്ചോളൂ. ശരി രാജു. ദിവ്യ, അതിങ്ങ വന്ന്. ദിവ്യ, ലേറ്റായി, ഞാൻ ഇറങ്ങാം. ശരി രാജുവേട്ടാ. പാവം ദിവ്യ, അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. DNA പ്ലാനും വർക്കൗട്ട് ആയില്ല. ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ ഭാവിയുടെ പ്രശ്നം. എന്തെങ്കിലും ഉടനെ ചെയ്യണം. ദിവ്യയുടെ അവസ്ഥ രാജു പറയുന്ന കേട്ടിട്ട് മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല. ദിവ്യയോട് ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. പാവം ദിവ്യ, ഒരു കുഞ്ഞിനെയും വയറ്റി ചുമന്ന് അവൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നത് ഞാൻ കൂടി കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവമേ എന്നോട് ക്ഷമിക്കണേ. ആ DNA റിപ്പോർട്ട് എടുത്ത് മാറ്റേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. അത് ശരി, ഋതികമ്മയുടെ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ റൂമിൽ ചെന്ന് നോക്കിയപ്പോ അവിടെ ആളില്ല. കിച്ചണിൽ നോക്കിയപ്പോ അവിടെയില്ല. അല്ല, ഇവിടെ ഒറ്റയ്ക്ക് വന്നതെന്ന് ഋതികമ്മയുടെ എന്തെടുക്കുക? അത് രാജു. എന്താ ഋതിക മാഡം, എന്തു പറ്റി? രാജു, ഞാൻ ദിവ്യയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. പാവം, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ദീപകിനെതിരായ ആ DNA റിപ്പോർട്ടിന്റെ കാര്യം പോലീസിലും മീഡിയയിലും അറിയിക്കരുതെന്ന് ഹോസ്പിറ്റലിൽ ഞാൻ പ്രത്യേക റിക്വസ്റ്റ് ചെയ്തിട്ടാ രഹസ്യമായി അത് അവരെന്നെ ഏൽപ്പിച്ചത്. ആ DNA റിപ്പോർട്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവൾ ഈ വീട്ടില് ദീപകിന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്നേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ദീപകിന് പിന്നെ ഒരിക്കലും നമ്മുടെ വിവാഹം നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു അല്ലേ രാജു? ആ, മാഡം എന്താ അങ്ങനെ പറഞ്ഞ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ പിന്നാലെയുള്ള ദീപകിന്റെ ശല്യം ഇല്ലാതെയാക്കി നമ്മുടെ വിവാഹം നടന്നിട്ടില്ല എന്ന് അച്ഛനോട് പറയാനും കൂടി വേണ്ടിയല്ലേ രാജു ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപക്കാണെന്ന് തെളിയിക്കാൻ ധൃതി കാണിച്ചത്? അത് അങ്ങനെയല്ലേ മാഡം വേണ്ടത്? എന്തോ അങ്ങനെ നടക്കാൻ പാടില്ലെന്ന് ഞാൻ ചിന്തിച്ചു പോയി രാജു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.